സുഹൃത്തുക്കളെ, നമ്മൾ സാധാരണ ഈ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു ചെടിയാണ് എരിക്ക്. ഈ ചെടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ ഇത് സാധാരണയായി ഒരു 6 അടി മുതൽ 8 അടി വരെയൊക്കെ ഉയരത്തിൽ ഈ ചെടി വളരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വസന്തത്തിൽ പൂക്കുകയും അതുപോലെ തന്നെ ഗ്രീഷ്മത്തിൽ കായ്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഇതാണ്. അതിൻ്റെ പൂവിന് നിറഭേദമനുസരിച്ച് 2 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. ഒന്ന് നീല തരത്തിലും അതുപോലെ തന്നെ ചുവപ്പ് നിറത്തിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് വാതരഹിതവും ദീപനവും ഉഷ്ണവും കൃമികളെ നശിപ്പിക്കുന്നതുമാണ്. പിന്നെ നീര്, ചൊറി, കുഷ്ഠ, വ്രണം, പ്ലീഹരോഗം എന്നിവയ്ക്കും വളരെ നല്ലതാണ്. സിദ്ധവൈദ്യത്തിലെ നീറ്റുമുറകളിൽ എരിക്കിൻ പാൽ ഉപയോഗിക്കുന്നുണ്ട്. പെരുകാൽ, ആമവാദം എന്നിവയ്ക്ക് എരിക്കില ചൂടാക്കി വെച്ച് കെട്ടുകയും എരിക്കിൻ നീരിൽ നിന്നും കാച്ചിയെടുത്ത തൈലം തേക്കുകയും ആവാം. ചെവിവേദനയ്ക്ക് ചെവിയിലൊഴിച്ചാൽ വളരെ ശമനം കിട്ടും. അതുപോലെ വ്രണങ്ങൾ ഉണങ്ങുവാൻ ഇലയുടെ ചൂർണം തേൽക്കുന്നതും നല്ലതാണ്. ഗണ്ഡമാല, മുഴകൾ എന്നിവയ്ക്ക് എരിക്കിൻ്റെ പാല് ലേപനം ചെയ്യണം. പല്ലുവേദന പഞ്ഞിയിൽ മുക്കി വേദനയുള്ളിടത്ത് വെക്കുക. സർപ്പവിഷത്തിൽ നിന്നും എരിക്കിൻ വേരിൻ്റെ നീര് കുരുമുളക് ചൂർണം ചേർത്ത് സേവിക്കാം. എരിക്കിൻ്റെ പൂവ് അത് വളരെ ഗുണമുള്ള ഒരു ഔഷധമാണ്. വാതം, കഫം, കൃമി, കുഷ്ഠം, ചൊറി, വിഷം, വ്രണം, പ്ലീഹരോഗങ്ങൾ, കരൾ രോഗങ്ങൾ, രക്തപിത്തം, അരിസസ്, മഹോദരം, വീക്കം, എലിവിഷം, പേപ്പട്ടി വിഷം ഇവയെ ശമിപ്പിക്കും. സുശ്രിത മതമനുസരിച്ച് കഫപിത്തങ്ങളെ ശമിപ്പിക്കും. കറ, വിശേഷിച്ച് അരിസസ്, കൃമി, കുഷ്ഠം, മഹോദരം ഇവയെ ശമിപ്പിക്കും. വയറിളക്കാൻ വളരെ നല്ലതാണ്. ചെവിവേദന ഇല്ലാതാക്കുന്നു. ഇതിൻ്റെ വേര് കഫം, വായുമുട്ടൽ, ചുമ, അതിസാരം, പീനസം, പ്രവാഹം, രക്തപിത്തം, ശീതപിത്തം, ഗ്രഹണി, വേദനയോടുകൂടിയ യോനി, രക്തസ്രാവം, തേള് മുതലായവയുടെ വിഷം ഇവയെയും കഫജകങ്ങളായ മറ്റെല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നു. എരിക്കിൻ്റെ കറ ഒഴിച്ചാൽ എത്ര പഴകിയ കുഴിനഖവും മാറും. ഇത് അനുഭവമുള്ളവർക്ക് അറിയാം. ഒപ്പം